പിന്നീടാണ് 2007 ഏപ്രിൽ മാസം ജബ്ബാർ മൗലവി ഈ ലേഖനം എഴുതി. ഈ ഇരിക്കുന്ന ബഹുമാനായ എന്റെ നേതാവ് വളരെയധികം വ്യസനത്തോടു കൂടി പറഞ്ഞു, ഈയുള്ളവനെ വിളിച്ചു പറഞ്ഞു, അബ്ദുൽ ഖാദർ ഹാജി, എന്റെ ഇസ്ലാഹി ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിച്ച വിഷമം ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല. ഇല്ല സർ, അദ്ദേഹത്തിനടുത്ത് പോകുന്നുണ്ട്, അദ്ദേഹത്തിനോട് കാര്യം സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ബഹുമാനായ ഹുസൈൻ സലഫി എന്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് കരുവമ്പയിലെയും കൂട്ടിക്കൊണ്ട് ജബ്ബാർ മൗലവിന്റെ വീട്ടിൽ പോയി. വളരെയധികം വേദനയോടുകൂടി പറഞ്ഞു, അനസ് മൗലവിയുണ്ട്, നാണി ഹാജിയുണ്ട്. സംസാരിച്ച് വൈകുന്നേരമായപ്പോൾ ഹുസൈൻ സലഫി പറഞ്ഞു, അദ്ദേഹം യാതൊരു നിലക്കും വഴങ്ങുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ചർച്ച തുടരാം, അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിക്കാം. ഞാൻ വണ്ടി പറഞ്ഞയച്ചു, അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ താഴത്തിരുന്ന പള്ളിയിൽ വെച്ച് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചു, ഏശാ നമസ്കാരം കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചു. അവസാനം പറഞ്ഞു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾ പറയുന്ന രീതിയിൽ. ഈ ഉള്ളവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നല്ല മുജാഹിദ് പ്രസ്ഥാനം, ഇതിന്റെ മുൻനിര നേതാക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം നിങ്ങളെ ഈ വാക്കുകൾ കൊണ്ട്, നിങ്ങളെ വരികൾ കൊണ്ട് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തിരുത്തു കൊടുത്തേ മതിയാവും, എങ്കിൽ നിങ്ങൾ തിരുത്തു കൊടുത്തോ എന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഹുസൈൻ സലഫിയും അബ്ദുറഹ്മാൻ സലഫിയും കൂടി അതിന് തിരുത്തി എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് അനസ് മൗലവിയും ഹുസൈൻ സലഫിയും കൂടി എഴുതാമെന്ന് തീരുമാനിക്കുകയും അബ്ദുറഹ്മാൻ സലഫിയെ കാണിക്കുകയും പിന്നീട് എല്ലാ മാസവും ഇറങ്ങുന്നതിന് മുമ്പിട്ട് AP വിളിക്കും, അല്ല ഈ മാസം തിരുത്തുണ്ടാവോ, ഈ ഉള്ളവൻ വിളിക്കും. ഇതൊക്കെ ഹക്കാണ്, സത്യമാണ്. ഇവരൊക്കെ പറയുന്നുണ്ട്, തന്നില്ല, തിരുത്ത് തന്നില്ല, ഡിസംബർ തന്നു, ജനുവരി കൊടുത്തു, ഇല്ല മാസങ്ങളോളം കൊടുത്തു, പ്രസിദ്ധീകരിക്കുന്നില്ല. അവസാനം നാദാപുരത്ത് വെച്ച് ഇസ്ലാഹിന്റെ എക്സിക്യൂട്ടീവിൽ ഹുസൈൻ സലഫി പറഞ്ഞു, ഈ ഉള്ളവന്റെ നാവ് കൊണ്ടാണ് ഈ മാസിക വളർത്തിയെടുത്തത്, ഈ നാവ് കൊണ്ട് തന്നെ ഞാനിത് തകർത്തും, ഈ ഉള്ളവന്റെ നാവ് കൊണ്ടാണ് ഈ മാസിക വളർത്തിയെടുത്തത്, ഈ നാവ് കൊണ്ട് തന്നെ ഞാനിത് തകർത്തും, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. അത്രത്തോളം ധീരമായി സംസാരിച്ച അദ്ദേഹം. അടിമകളെ, നിങ്ങൾ എന്നെ സഹായിക്കണേ. ദുർബലമായ ഹദീസാണ്, അതിന്റെ വാർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായ ഒരു സംഗതിയെ പറ്റി നമുക്ക് എന്താ ചർച്ചയുള്ളത്? ഇനി അതല്ല സഹോദരങ്ങളെ, ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്, കൂട്ടമായി ചർച്ച ചെയ്യണം, സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല, പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ. പിന്നീട് ഈ സമ്മേളനത്തിന് തൊട്ട് മുമ്പുള്ള മാസം അത്തോളി മേഖലയിൽ സംഘടിപ്പിച്ച സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഹുസൈൻ സലഫിയുടെ ആ സംസാരത്തിന് വേണ്ടി അദ്ദേഹം വന്നപ്പോൾ സക്കരിയ സലാഹി വിളിക്കാൻ തുടങ്ങി. നജിമുദ്ദീനുണ്ട് സാക്ഷി, കരുവമ്പയിലുണ്ട് സാക്ഷി, ഈ ഉള്ളവനുണ്ട്. ഷിർക്കാന്ന് പറയരുതേ സലഫി. ഹുസൈൻ സലഫിയുടെ മറുപടി, ഷിർക്കായ ഒരു കാര്യം ഞാൻ എങ്ങനെ ഷിർക്കല്ല എന്ന് പറയും, നിഷേധിക്കുമോ? രണ്ടുപേരോടുമാണ് ചോദ്യം. സക്കരിയ സലാഹി ഫോൺ വിളിച്ചിട്ടില്ല എന്ന് സമ്മതിക്കുമോ, അതല്ല ഹുസൈൻ സലഫി ഇത് കേട്ടിട്ടില്ല എന്ന് സമ്മതിക്കുമോ? രണ്ടും നടക്കില്ല. സക്കരിയ സലാഹി വിളിച്ചു, ഹുസൈൻ സലഫി ഫോൺ കട്ടാക്കി, പിന്നീട് കരുവമ്പയിലെ ഫോണിലാണ് വിളിച്ചത്. എന്നിട്ടും പറഞ്ഞു. അന്ന് വൈകുന്നേരവും അദ്ദേഹം വളരെയധികം പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് മുജാഹിദുകൾക്ക് മനസ്സിന് സമാധാനം നൽകി. അമ്മൻ യഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. ഹലോ, പറപ്പൂർ സാറല്ലേ? ഹലോ ഹലോ, പറപ്പൂർ സാറല്ലേ? അതെ. ഉസ്താദ്, ഞാനേ കരുനാഗപ്പള്ളിന്ന് വിളിക്കും. ഞാൻ വിസ്ഡം പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എനിക്ക് പ്രോഗ്രാം ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനത് ഇവിടെ രണ്ടുപേർക്കൊക്കെ പറയുമ്പോ അവര് പറയുന്നത് അവർക്ക് ജിന്നിനോട് സഹായം തേടിയ ചുരുക്കല്ലെന്ന വാദം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് അങ്ങനെയുള്ള വാദം ഇല്ല എന്ന് പറഞ്ഞപ്പോ അവരെന്നോട് ആവശ്യപ്പെട്ട് പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു ചുരുക്കാണെന്ന് പറയുന്ന ഒരു CD കൊണ്ട് തരാമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനത് കൊണ്ട് നമ്മുടെ ചെറുതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോഴേ എനിക്ക് അങ്ങനെ ഒരു CD കിട്ടിയില്ല. കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു CD എന്റെ ഇല്ല, അത് ചുരുക്കാണെന്ന് അവരും പറയുന്നത്. ഈ നമ്മൾ ഈ യഥാർത്ഥത്തിൽ ഈ ജിന്നിനോടുള്ള സഹായത ചുരുക്കാണ്, ചുരുക്കല്ലേ യഥാർത്ഥത്തിൽ? ഒരു സംശയമില്ല ചുരുക്കാണ്. യാതൊരു സംശയമില്ല, ചെറുക്കാണ്. നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ചെറുക്കല്ല എന്ന് ഇവര് ആരോപിക്കുന്ന ആളുകൾ എഴുത്തുമൂലമോ വാക്കുമൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും. സക്കരിയ സലാഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അബദ്ധങ്ങൾ വന്നിട്ടില്ല എന്ന വാദക്കാരനല്ല ഞാൻ. അദ്ദേഹത്തിന് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വാദക്കാരൻ. അദ്ദേഹത്തോട് തന്നെ പലതവണ വ്യക്തിപരമായി ഞാനത് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യം നമ്മുടെ നേതൃത്വത്തിന് തന്നെ അറിയാം. അതിന് പുറമെ മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം
വളരെ മുമ്പ് കുവൈത്തിൽ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ കാരണം ഇനി കുവൈത്തിൽ അദ്ദേഹം വരേണ്ടതില്ല എന്ന് കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിലുള്ള പരാമർശങ്ങൾ കാരണം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഇതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്, അതായത് ജിന്നുകളുടെ, മുസ്ലിം ജിന്നുകളുടെ സഹായം അവരോട് അവർക്ക് കഴിവുള്ള കാര്യത്തിൽ, അവർക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള കഴിവുള്ള കാര്യത്തിൽ അവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചോദ്യം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത് തകരാറില്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ് മുഖബിൽ വാദി. ദലീലും, ഈ ഹദീസിൽ തെളിവുണ്ട്. അല ജവാസിൽ ഇസ്തിആനതി, സഹായം ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ട്. നിർബന്ധമാണ് എന്നുള്ളതോ മുസ്തഹബാണ് എന്നുള്ളതോ ഫർളാണെന്നോ അല്ല പറയുന്നത്, അനുവാദമുണ്ട്. ആരോട് ചോദിക്കാൻ? ബിമല്ലാ യറാഹും അൽ ഇൻസാൻ, മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ തെളിവുണ്ട്. മിൻ ഇബാദില്ല, അള്ളാഹുവിന്റെ അടിമകളായ ആളുകളോട്. മിനൽ മലായിക്കത്തി, മലക്കുകളിൽപ്പെട്ട, അല്ലെങ്കിൽ വസാലിഹിൽ ജിന്നി, സ്വാലിഹുകളായ ജിന്നുകളോടും ചോദിക്കാം. വലൈസ ഫീ ദാലിക ബഅ്സുൻ, അതിൽ എന്തില്ല, യാതൊരു കുഴപ്പമില്ല. ഏതുപോലെയാണത്? കമാ യജൂസു ലിൽ ഇൻസാനി അൻ യസ്തഈന ബി ബനി ആദം, നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലുള്ള അനുവാദം. ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നലോടോ തേടൽ ശിർക്കാണ് എന്ന് വരുന്നില്ല എന്നും ജായിസ് ആണ് എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയത്. ഇനി ഒരാൾ അവിടെ ഉദ്ദേശിക്കുകയാണ്, ഇവിടെ കുറ്റിക്കാട്ടിലൊക്കെ ആരെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും, ഒന്ന് മണ്ടി എന്നൊന്ന് സഹായിക്കേ എന്ന് ഉദ്ദേശിച്ചാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ശിർക്കില്ലാന്ന് എല്ലാവരും പറയും. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശിർക്കില്ല എന്ന് പറയുന്നത് ആ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹാദിറും ഖാദിറുമായ കഴിവുള്ളവരും അത് ആ വിളി കേൾക്കാവുന്ന പരിധിയിൽ അവിടെ പ്രസൻസ് ഉള്ള, അതായത് അവിടെ അവരുടെ ആ സ്ഥലത്തുള്ളവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതിന് മലക്കുകളും പെട്ടു, ജിന്നുകളും പെട്ടു, എല്ലാവരും പെട്ടു. ഇത് പറയുന്ന സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ജിന്നിനെയും മലക്കിനെയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവർ അവിടെ ഉണ്ട് എന്നാണ്. അവർ അവിടെ ഉള്ളവരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരെ നിങ്ങൾ കണ്ടോളണമെന്നില്ല. കാരണം കുറ്റിക്കാട്ടിൽ ഒളിച്ചെടുക്കുന്ന മനുഷ്യനെ കണ്ടോളണമെന്നില്ല വിളിച്ച് സഹായം ചോദിക്കുമ്പോ. അതേപോലെ തന്നെ ആണ് നിങ്ങൾക്ക് കാണാത്ത ഒരു മറക്കപ്പുറത്ത് നിൽക്കുന്ന ജിന്ന്, അല്ല മുസ്ലിം ജിന്ന് അല്ലെങ്കിൽ പിന്നെ മലക്ക്, ഇവരെ ഉദ്ദേശിച്ചാൽ അതിൽ ശിർക്ക് വരൂല. ഞാൻ എന്റെ വാഹനവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ എന്റെ വാഹനം ആഴ്ന്നു പോയി, അതായത് ടയർ ആഴ്ന്നു പോയി. ഞാൻ പുറകുവശത്തേക്കും ഫ്രണ്ടിലേക്കും വണ്ടി ആട്ടി വലിപ്പിച്ചിട്ട് വണ്ടി കിട്ടുന്നില്ല. ആ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ നിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വാഹനം രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നെ സഹായിക്കണമെന്ന്. അത് തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ്. അക്കൂട്ടത്തിൽ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഇനി അതൊരു ജിന്നാവട്ടെ എന്ന നിലക്ക് തന്നെ ഈ വണ്ടി, ഈ ആഴ്ന്ന വണ്ടി ഒന്ന് അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങളെ ഒന്ന് പൊന്തിച്ച് വെച്ചുകൊണ്ട് എന്നെ സഹായിക്കുമോ? ഇതൊന്ന് പൊന്തിച്ച്, ഭൗതികമായ സഹായം, ഈ വണ്ടി വന്ന് എന്റെ കൂടെ ഒന്ന് പൊന്തിച്ചു തരാൻ. ഇത് ശിർക്കാണോ? നിങ്ങൾ വിശദീകരിക്കൂ. അസ്സലാമു അലൈക്കും. ഇവിടെ ജിന്നുമായുള്ള ഇടപെടലുകളിൽ പ്രാർത്ഥനയല്ലാത്തതും ഉണ്ട്, അഥവാ ശിർക്കല്ലാത്തതും ഉണ്ട് എന്നാണ്. അതിന്റെ തെളിവ് എന്താണ്? ജിന്നുകളുമായുള്ള ഇടപെടലുകളിൽ ശിർക്കായതുമുണ്ട്, അല്ലാത്തതും ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ് സൂറത്ത് അൻ-നാമിലെ 128 ആയത്ത് തന്നെയാണ്. ഒരു തഫ്സീറിലേക്കും പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലാതെ തന്നെ വളരെ കൃത്യമായിട്ട് ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും. കൂട്ടത്തിൽ രണ്ടുണ്ട്. ഒന്ന് ആരാധനാ സ്വഭാവമുള്ള സുജൂദ്, മറ്റൊന്ന് ആരാധനാ സ്വഭാവം ഇല്ലാത്ത സുജൂദ്. ആരാധനാ സ്വഭാവമുള്ള സുജൂദ് ചെയ്താൽ അത് ശിർക്കാണ്, മഹാപാതകമാണ്, കുറ്റമാണ്.
ആരാധനാ സ്വഭാവം ഇല്ലാത്ത സുജൂദ് ചെയ്താലോ കുറ്റല്ല. അതുകൊണ്ടാണല്ലോ മലക്കുകൾ ചെയ്തത്. ഇവിടെ എന്താണ്? ജിന്നുകളോട് സഹായം തേടാൻ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് സബബാക്കി നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജിന്നുകളോട് സഹായം തേട്ടൽ ശിർക്കാണെന്ന് പറയുന്നത്. ഇസ്തിആനത്തും ബിൽ ജിന്നി ശിർക്കാണ് എന്ന് പറയുന്നത്. എന്നാൽ ഒരാള് വാദിക്കുകയാണ്, മൗലവി എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല, മൗലവി എന്റെ മനസ്സിൽ അഭൂതികതയില്ല, തികച്ചും ഒരു ജോസഫിനോട് ചോദിക്കുന്ന പോലെ ഞാൻ ചോദിച്ചാൽ അതിന് ശിർക്ക് എന്ന് പറയുമോ, അതിന് പ്രാർത്ഥന എന്ന് പറയുമോ എന്ന് ചോദിച്ചാൽ എന്താണോ മറുപടി കൊടുക്കുക? ഒരാൾ വാദിക്കുകയാണ്, സാങ്കല്പികമായി വാദിക്കുകയാണ്, എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല, തികച്ചും മുന്നിലുള്ള ആ ജിന്ന് ഒരു മനുഷ്യൻ സഹായിക്കുന്നത് പോലെ അദൃശ്യമായിട്ട്, മനുഷ്യൻ സഹായിക്കുന്ന ദൃശ്യമായിട്ടാണെങ്കിൽ ആ ജിന്ന് സഹായിക്കുന്നത് അദൃശ്യമായ നിലക്കാണ്, അവന്റെ കഴിവിൽപ്പെട്ടതാണ്. പക്ഷെ ഞാൻ ആ ജിന്നിനോട് സഹായം തേടുന്നില്ല, അഭൗതികമായ വിശ്വാസവും എനിക്കില്ല, പ്രാർത്ഥനയും എനിക്കില്ല. ആ അർത്ഥത്തിൽ ഞാൻ അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? നിങ്ങളെന്താ പറയാ മറുപടി? ആ മറുപടി നമുക്കും പറയാനുള്ളൂ. അതൊരു മനുഷ്യനോടാണെങ്കിൽ തന്നെ, മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാവാത്തത് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാമെന്ന് നിങ്ങളാണ് പ്രമാണം കൊണ്ടുവരേണ്ടത്.